കോൺഗ്രസ് നേതാവ് ശ്രീ രാജു പി നായർ ടെലിഫോണിലുണ്ട്. ശ്രീ രാജു പി നായർ, കേരളത്തിലെ ഡിസ്റ്റിലറികളിലേക്ക് എത്തിക്കുന്ന ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആവട്ടെ, അതുപോലെ തന്നെ എണ്ണ കമ്പനികൾക്ക് വേണ്ട എത്തനോൾ ആവട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അത് ഏറ്റവും അധികം മഹാരാഷ്ട്രയിൽ നിന്നാണ്, മറ്റൊന്ന് കർണാടകത്തിൽ നിന്നാണ്. പക്ഷേ കേരളത്തിനകത്ത് ഇത്തരം സംരംഭങ്ങൾ പാടില്ല. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ വല്ലാതെ ഞെരുക്കുന്ന ഒരു കാലത്തൊക്കെ കേരളം അധിക വരുമാനം കണ്ടെത്തേണ്ട ഒരു സവിശേഷ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ, ഇത്രയധികം ആവശ്യം സ്പിരിറ്റിനുള്ളപ്പോൾ അത് കേരളത്തിനകത്ത് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ എന്തിനു പ്രതിപക്ഷം അസ്വസ്ഥരാകണം? പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് സർക്കാരിൻ്റെ മറുപടി വന്നതോടെ മെല്ലെ മെല്ലെ കെട്ടടങ്ങിപ്പോയ ഒരു ആരോപണമായി ഇത് മാറുകയല്ലേ? കണക്കുകൾ വെച്ചാണ് കൈരളി ന്യൂസ് ഇന്ന് ഇക്കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീ രാജു പി നായർ, ഈ കേരളത്തിൽ കൊക്കക്കോള കമ്പനി ഉണ്ടായിരുന്നല്ലോ. കേരളത്തിൽ മാത്രമല്ലല്ലോ, മറ്റുള്ള സ്ഥലത്ത് കർണാടകയിൽ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥലങ്ങളിലും കൊക്കക്കോളയ്ക്ക് ഇതുണ്ടായിരുന്നല്ലോ. നമുക്ക് അതൊരു വ്യവസായ സംരംഭമായിരുന്നു, നമുക്കത് വരുമാനം തരുന്നതായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് കൊക്കക്കോള പൂട്ടിപ്പോയത്? ഇതേ സ്ഥലത്ത് ഭൂഗർഭ ജലം ചൂഷണം ചെയ്യുന്നു എന്നുള്ളതും അതിനാവശ്യമായ വെള്ളം പാലക്കാടില്ല എന്നുള്ളതും കൊണ്ടാണല്ലോ ആ കമ്പനിക്കെതിരെ പ്ലാറ്റുമടയിൽ സമരം ഉണ്ടായത്. ഇവരുടെ പ്രാഥമിക അനുമതിയിൽ അതില്ല. ശ്രീ രാജു പി നായർ, പ്രാഥമിക അനുമതിയിൽ ഭൂഗർഭജലം എടുക്കുന്നില്ല എന്നല്ലേ നമ്മുടെ മുമ്പിലുള്ള അറിവ്? ഞാൻ ഫോണിലാണ്, എനിക്ക് സംസാരിക്കാൻ സമയം തന്നില്ലെങ്കിൽ ഞാൻ അതെ താങ്കളോട് തന്നെയാണ്. ഞാൻ പറയുന്ന പോയിന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ ഭൂഗർഭജലം ഇല്ലാത്തത് കൊണ്ടും ഭൂഗർഭജലം മലിനപ്പെടുന്നത് കൊണ്ടും പാലക്കാട് CPM ഉൾപ്പെടെ മുന്നിൽ നിന്ന് വെച്ചുകൊണ്ട്, MP രാജേഷ് ഉൾപ്പെടെ മുന്നിൽ നിന്ന് വെച്ചുകൊണ്ട് കൊക്കോകോള കമ്പനി വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിച്ചു ഇല്ലേ? അന്ന് അത് വ്യവസായ സംരംഭമായിരുന്നു. കൊക്കോകോള മറ്റു സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ന് അന്നത്തിൽ നിന്ന് മാറ്റമായിട്ട് പാലക്കാട് ഭൂഗർഭജലത്തിന്റെ അളവ് കൂടിയിട്ടുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനം അന്നത്തേനേക്കാൾ കൂടുതൽ വഷളായി മാറുകയാണോ ചെയ്തിട്ടുള്ളത്? ശ്രീ രാജു പി നായർ, ഈ പ്രാഥമിക അനുമതിയിൽ അതെ ആ ഭാഗത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? താങ്കളോട് തന്നെയല്ലേ എന്റെ ചോദ്യം, എന്റെ സംശയമാണ്. ഈ പ്രാഥമിക അനുമതിയിൽ, ഇപ്പോൾ കൊടുത്ത പ്രാഥമിക അനുമതിയിൽ ഈ ഭാഗം എങ്ങനെയാണ് പറയുന്നത്? പ്രതിപക്ഷം മനസ്സിലാക്കുന്നത് എന്താണ്? ഞാൻ പറയുന്ന കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അല്ല, അതിനിടയിൽ ഒരു കാര്യം ചോദിച്ചേ ഉള്ളൂ. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞോളൂ, അതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. ശേഷം ചോദിക്കാം. അപ്പൊ ഇത്രമാത്രം ജലദൂഷണം നടക്കുന്ന ഒരു പദ്ധതിക്ക് ഇനിയും അവിടെ സാധ്യതയില്ല, അല്ലെങ്കിൽ അവിടെ ചെയ്തു കഴിഞ്ഞാൽ പാലക്കാട് ഒരു പ്രശ്നം ഉണ്ടാവുന്നതാണ് ഏറ്റവും ആദ്യത്തത്. ഏതെങ്കിലും വ്യവസായ സംരംഭം കേരളത്തിൽ വന്ന് തുടങ്ങുന്നതിനെ സംബന്ധിച്ചും ഡിസ്റ്റിലറി ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചും സമാനത സമീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ ദുരൂഹമായിട്ടുള്ള വാദം മാത്രമാണ്. കാരണം ആ കമ്പനി അവിടെ വരുന്നത് അവിടെ ഭൂഗർഭജലം ഉപയോഗിക്കുകയാണ്. അതുമാത്രമല്ല, ഇവരുടെ മാലിന്യം ഉൾപ്പെടെ അവിടെ ഭൂഗർഭജലം മലിനപ്പെടുത്തുന്ന. ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് 3 തവണയും താങ്കൾ ശ്രദ്ധയൂന്നില്ല. താങ്കൾ ഈ പറഞ്ഞ ഭാഗത്ത് അത് പ്രസക്തമായതുകൊണ്ടാണ്. ആ പ്രാഥമിക അനുമതിയിൽ അത് പറയുന്നില്ലല്ലോ. ഞാൻ പ്രാഥമിക അനുമതിയിൽ ഏതൊക്കെ പറയുന്നുണ്ടെന്ന് പറയൂ നിങ്ങൾ. എന്തൊക്കെ പറയും? ഭൂഗർഭജലം ഇതിന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രാഥമിക അനുമതിയിൽ നിന്ന് മനസ്സിലാവുന്നതെന്നാണ് ശ്രീ അനിൽകുമാർ ഇപ്പോൾ സംസാരിച്ചപ്പോഴും വാർത്തകളിലൂടെയും സർക്കാർ നൽകുന്ന വിശദീകരണത്തിലൂടെയും മനസ്സിലായത്. വാട്ടർ അതോറിറ്റിക്ക് ആ വെള്ളം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ആ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അത് ഭൂഗർഭജലത്തിന്റെ പ്രശ്നമല്ലല്ലോ. ഭൂഗർഭജല ചൂഷണം എന്ന താങ്കൾ ഉന്നയിച്ച വാദത്തിന് ഉള്ള വിശദീകരണമല്ല. ഭൂഗർഭജല ചൂഷണമാണ് ഇവിടെ പ്രശ്നം. അതില്ല എന്ന് താങ്കൾ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നു. വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമോ ഇല്ലെന്നുള്ള വേറെ പ്രശ്നമാണ്. ശരി, ഇവർ വായുവിൽ നിന്ന് എത്തനോളും ബ്രൂവറിയും ഉണ്ടാക്കുമെന്ന് സർക്കാരിന്റെ അടുത്ത് അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടോ? അല്ല, വെള്ളത്തിന്റെ സോഴ്സ് ആ കരാർ ആ അനുമതിയിൽ പറയുന്നുണ്ട്. വെള്ളത്തിന്റെ സോഴ്സ് പറയട്ടെ. വെള്ളത്തിന്റെ സോഴ്സ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് എന്താ? വെള്ളത്തിന്റെ സോഴ്സ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയാണ്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നു കൊടുക്കാൻ വെള്ളമില്ല, വെള്ളം ഉണ്ടാവില്ല. ഒരു മാധ്യമത്തിന് ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്ത അനുമതിയും വാട്ടർ അതോറിറ്റിയും അവരും തമ്മിൽ എത്തിച്ചേർന്ന എഗ്രിമെന്റും വേറെ നിൽക്കുകയല്ലേ ശ്രീ രാജു പി നായർ? എന്താണ് ഞാൻ കണ്ടന്റിൽ താങ്കളോട് ചോദിച്ചതല്ലേ? ഞാൻ വേറെ ആരും ഇടപെട്ടിട്ടില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം, നിങ്ങൾ ആ പറയുന്ന കാര്യം എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഫോണിലാണ്. ഇനി സ്റ്റുഡിയോയിലാണെങ്കിൽ ഞാനും താങ്കളോട് ഫോണിലാണെന്ന് സംസാരിക്കുന്നത്. ഞാനും താങ്കളോട് ഫോണിലാണ് സംസാരിക്കുന്നത്. ഒന്നും മിണ്ടിയില്ലല്ലോ. പറഞ്ഞോളൂ. ഇല്ല, ഞാൻ കണക്കുകൾ വെച്ചു ചോദിച്ചു. പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ കുറിച്ച് ചോദിച്ചു. ഞാൻ വസ്തുതകളാണ് പറയുന്നത്. യെസ്, മനസ്സിലായി. അത് ആയിക്കോട്ടെ. കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം ലഭ്യമാക്കും. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നു വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കാൻ സാധ്യമല്ല. അതിന്റെ കണക്ക് വേണ്ട. നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ട്. ഒന്ന്, പാലക്കാട് നഗരത്തിനും അല്ലെങ്കിൽ സമീപ പ്രദേശത്തിനും വേണ്ട
വെള്ളം ഇപ്പോൾ തന്നെ പകുതി പോലും ലഭിക്കുന്നില്ല. മലബാർ ഡാം ഇവിടെ മലമ്പുഴ ഡാമിൽ പോലും ആവശ്യമുള്ളതിന്റെ പകുതി മാത്രമാണ് വെള്ളമുള്ളത്. അപ്പൊ അവിടെ നിന്ന് വെള്ളം കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ അവിടെ ഇപ്പോ മലബാർ ഡിസ്റ്റിലറി ഉണ്ടല്ലോ. എന്തുകൊണ്ടാ ജവാൻ മദ്യം ആവശ്യത്തിന് ഉത്പാദിപ്പിക്കാൻ കഴിയാതെ പോയതിടയ്ക്ക്? വെള്ളം ലഭിക്കാത്തതുകൊണ്ടാണല്ലോ. വെള്ളം ലഭിക്കാത്തതുകൊണ്ട് ജവാൻ മദ്യം ആവശ്യത്തിന് ഉത്പാദിപ്പിക്കാൻ കഴിയാതെ പോയ വർഷങ്ങൾ കഴിഞ്ഞ സമയത്തുണ്ടല്ലോ. അപ്പോ മലബാർ ഡിസ്റ്റിലറീസ് ഉൾപ്പെടെ ഗവൺമെന്റ് കമ്പനിക്ക് മദ്യം ഉത്പാദിപ്പിക്കാൻ വെള്ളം കൊടുക്കാൻ കഴിയാത്ത വാട്ടർ അതോറിറ്റി ഈ കമ്പനിക്ക് വെള്ളം കൊടുക്കുന്നു പറഞ്ഞാൽ അതിൽ തന്നെ ദുരൂഹതയുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ ഈ കമ്പനി മാത്രം വന്നത്? ഈ കമ്പനിക്ക് മാത്രം എങ്ങനെ കേരളത്തിലെ സർക്കാരിന്റെ മദ്യനയം മാറ്റി പറഞ്ഞു? എന്തുകൊണ്ട് മദ്യനയം മാറ്റി? ഇതാ ഡിസ്റ്റിലറിക്ക് അനുമതി കൊടുക്കാൻ പോകുന്നു. ഒരു എക്സ്പ്രഷൻ ഓഫ് മദ്യനയം എന്ന് മാറ്റിയതാണ് രാജു പി നായർ? ഇല്ല, ഇവര് പറയുന്ന ആൾ ഒരു ലൈൻ കൂട്ടി താങ്കളുടെ ഒരു അറിവ് അല്ല, താങ്കൾ ആർഗ്യുമെന്റ് ഉന്നയിച്ചുകൊണ്ടാണ് 2023 ഇവർ മാറ്റുന്നത്. 2022-23 മദ്യനയത്തിൽ എന്താണ് പറഞ്ഞിരുന്നത്? അല്ല, അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ മറ്റേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ മാറ്റം വരുത്തി മദ്യനയത്തിൽ. അതാണ് അതിലൊരു പെശകുണ്ടെന്നാണ് എന്റെ ധാരണ. 2022-23-ലും 23-24-ലും മദ്യനയം 24-25 ആവുന്നതേ ഉള്ളൂ. മദ്യനയത്തിൽ പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണെന്ന് നിയമസഭയിൽ നമ്മൾ കേട്ടതാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കേട്ടതാണ്. ഞാൻ ചോദിക്കുന്ന കാര്യം, ഇത് പഞ്ചാബിലും മധ്യപ്രദേശിലും നടക്കുന്ന ഇത്രയും ഒരു മോശം ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി മാത്രം എന്തുകൊണ്ട് അറിഞ്ഞു? എന്തുകൊണ്ട് കേരളത്തിലെ ഒരു ഡിസ്റ്റിലറി ഉടമകളും അറിഞ്ഞില്ല? എന്തുകൊണ്ടാണ് സർക്കാർ അവരോട് മാത്രം പോയി പറഞ്ഞത്? മദ്യനയം പബ്ലിക് ഡോക്യുമെന്റ് അല്ലേ? മദ്യനയം പബ്ലിക് ഡോക്യുമെന്റ്, രഹസ്യ സ്വഭാവം ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഡിസ്റ്റിലറി ഉണ്ടാക്കാൻ വേണ്ടി? അപ്പോൾ രണ്ട് ഭാഗവുമായി ശ്രീ അനിൽകുമാർ, ഇവിടെ ശ്രീ അനിൽകുമാർ അദ്ദേഹം ഭൂഗർഭജല ചൂഷണം എന്നതിലാണ് ഫോക്കസ് ചെയ്തത് തുടക്കത്തിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ പ്രാഥമിക അനുമതിയിൽ അതെങ്ങനെ വിശദമാക്കപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞ കരാറിനെയാണ് പിന്നീട് ചോദ്യം ചെയ്തത്. ഉദ്യോഗസ്ഥർ തന്നെ അത് കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ വെള്ളം ലഭിക്കുന്നു? പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു രാഷ്ട്രീയ അഴിമതിയുടെ സ്വഭാവം കൂടി അവസാനം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കണക്കുകളാണ് ഞാൻ നിങ്ങളുടെ രണ്ട് മുമ്പിലേക്കും പൊതുവിൽ ഇതുമായി ബന്ധപ്പെട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞതാകെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് താങ്കളുടെ മറുപടി? ഒന്ന്, ഭൂഗർഭജലം ഉപയോഗിച്ചുകൊണ്ട് സ്പിരിറ്റ് നിർമ്മിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ ഭൂഗർഭജലം ഉണ്ടാകാൻ പറ്റുകയില്ല. അവരുടെ പ്രൊജക്റ്റിൽ ഭൂഗർഭജലം ഇല്ല. ഇല്ലാത്ത ഭൂഗർഭജലത്തെ കുറിച്ച് പറഞ്ഞ് ഭൂമിക്കടിയിൽ ഒളിക്കേണ്ടി വന്ന എന്തുകൊണ്ട്? പ്രതിപക്ഷം കൊക്കക്കോളയുടെ അനുഭവം പാലക്കാടുമായി ബന്ധിപ്പിച്ച ആളുകളുടെ ഇടയിൽ സംസാരിക്കുകയല്ലേ? ശ്രീ രാജു പി നായർ ആ നിലയിലാണ് അതിലൊരു എതിർപ്പ് അവതരിപ്പിച്ചത്. കൊക്കോകോള കമ്പനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂഗർഭജലം അല്ല. ഈ കൊക്കോകോള കമ്പനിയുടെ മാലിന്യ നിക്ഷേപം ആ നാടിനെ എങ്ങനെ മാറ്റിത്തീർത്തു എന്നുള്ളതാണ് പെരുമാട്ടി പഞ്ചായത്തിലൊക്കെ ഉണ്ടായ ഗൗരവതരമായ പ്രശ്നം. അവിടുത്തെ കാർഷിക വ്യവസ്ഥയെ മാറ്റുന്ന വിധം വളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊക്കോകോളയുടെ വേസ്റ്റ് കൊണ്ടുപോയി ആളുകളുടെ കയ്യിൽ കൊടുത്ത് അത് മണ്ണിന്റെ ഘടനയെ മാറ്റിത്തീർത്ത് അവിടുത്തെ കൃഷിയെ തന്നെ തകർക്കുന്ന ഒരു നില വന്നപ്പോഴാണ് സഹികെട്ട് ജനങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് ഭൂഗർഭജലത്തെ സംബന്ധിച്ച് കൊക്കോകോളയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ചർച്ചയുടെ പ്രസക്തിയില്ല. കാരണം ഇതിൽ ഭൂഗർഭജലം വേണ്ട. രണ്ടാമത്, തൊട്ടടുത്ത് തന്നെ 12 കിലോമീറ്റർ അതിൽ തന്നെ അഹല്യാനഗർ, അവര് എങ്ങനെയാണ് മഴവെള്ളപ്പൊയ്ത്ത് നടത്തി ഇതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി വെള്ളം ശേഖരിക്കുന്നത് എന്നുള്ളത് ഉദാഹരണ സഹിതം അവിടെ പോയി കാണാവുന്നതാണ്. അതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയൊരു കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയാണ്. 2015 ഉമ്മൻചാണ്ടി സർക്കാരാണ് മലമ്പുഴയിലെ വെള്ളം കിൻഫ്ര പാർക്കിന് വേണ്ടി എടുക്കുന്നതിന് വേണ്ടി പദ്ധതി ഉണ്ടാക്കിയത്. ആ കിൻഫ്രയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതിയിലെ വെള്ളത്തിന്റെ ഒരു ഭാഗം ഇവർക്ക് നൽകാം എന്ന് വാട്ടർ അതോറിറ്റി പറഞ്ഞാൽ അല്ല, അത് കിട്ടത്തില്ല എന്ന് ഇപ്പോൾ പറയാൻ അധികാരമാർക്കാണ്? ശരി. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിൻഫ്ര പദ്ധതിയുടെ കോടിക്കണക്കിന് മുടക്കി ഒരു പദ്ധതി അവിടെ രൂപപ്പെടുത്തി? കിൻഫ്ര വ്യവസായ സംരംഭമാണ്, അതിന് മലമ്പുഴ വെള്ളം എടുക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഈ വ്യവസായ സംരംഭത്തിനും അല്പം വെള്ളം അത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ആവർത്തിച്ച് പറയട്ടെ, കരാറില്ല, അനുമതി മാത്രമാണ്. ഒരൊറ്റ കാര്യം കൂടി, നമ്മൾ വൈകുന്നേരത്തെ ചർച്ചയുടെ അത്രയും ദൈർഘ്യം ഇതിനില്ലാത്തതുകൊണ്ട് ഞാൻ രാജുവിലേക്ക് തന്നെ വരികയാണ്. അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമോ ഇല്ലയോ, അതിൽ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടില്ലേ കൊടുക്കാനാകില്ല. ചോദ്യം അനിൽകുമാർ വളരെ ക്യുക്കായി. അവിടെയാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി
അദ്ദേഹത്തിന്റെ സർക്കാർ അനുവദിച്ച് പിൻപ്രതിനുള്ള വെള്ളം നൽകുന്നതിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. ഓ. വ്യവസായ സംരംഭത്തിന് വെള്ളം കൊടുക്കുന്നത് പാപമല്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നയം അത് തന്നെയാണ്. യെസ്, രാജു പി നായർ വളരെ വളരെ ക്യുക്കായിട്ട് നമുക്ക് വേഗത്തിലൊന്ന് അവസാനിപ്പിക്കാം. ശ്രീ രാജു പി നായർ അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അല്ല, അത് ഇത് വളരെ കൃത്യമാണല്ലോ. ഇപ്പൊ നോക്കൂ, പ്ലാച്ചിമടയിൽ നടത്തിയ സമരത്തെ പോലും തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് CPM എത്തുകയാണ്. എന്താണ് അവിടെ ജലചൂഷണമായിരുന്നില്ലേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? മാലിന്യം തള്ളലാണ്. ഇനി മാലിന്യം തള്ളലാണ് പ്രശ്നമെങ്കിൽ പഞ്ചാബിൽ 4 കിലോമീറ്റർ റേഡിയസിൽ ഭൂഗർഭജലം മുഴുവൻ മലിനപ്പെടുത്തിയ ഒരു കേസ് നേരിടുന്ന കമ്പനിയല്ലേ ഇത്? എങ്ങനെ ആ കമ്പനിക്ക് മാത്രം ഇവിടെ ഇത്ര വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്? മൂന്നാമത്തെ കാര്യം, ഇവിടെ വെള്ളത്തിന്റെ സംബന്ധിച്ച് പറഞ്ഞു ശ്രീ അനിൽകുമാർ പറയട്ടെ, പാലക്കാട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇന്ന് വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മലമ്പുഴ ഡാമിൽ ആണല്ലോ കിട്ടേണ്ടത്. അവിടെ ഇതിന് ആവശ്യമുള്ള വെള്ളമുണ്ടോ? വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടോ? പറയട്ടെ. ജനങ്ങളുടെ പ്രശ്നം നോക്കിയിട്ട് വേണ്ടേ? ജനങ്ങളുടെ പ്രശ്നം ആദ്യം പറയട്ടെ. അതില്ലല്ലോ. യെസ്, അതാണ് ജനങ്ങളുടെ പ്രശ്നം നോക്കുന്നില്ല. ജനങ്ങളുടെ പ്രശ്നം നോക്കിയാൽ താങ്കൾ ഇതിന് സമാധാനം പറയണമെന്നാണ് ശ്രീ രാജു പി നായർ പറഞ്ഞത്. അധികം സമയം എടുക്കാതെ വളരെ ക്യുക്കായി അവസാനിപ്പിക്കാം. ശ്രീ അല്ല, 2015 കിൻഫ്രയ്ക്ക് വേണ്ടി വെള്ളം കൊടുക്കുന്ന പദ്ധതിക്ക് ഉമ്മൻചാണ്ടി പണം മുടക്കിയത് ആരുടെ താല്പര്യത്തിനായിരുന്നു? കിൻഫ്ര പൊതുമേഖലാ സംരംഭമാണ്. വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ട സംരംഭമാണ്. അതിന് വെള്ളം എടുക്കുന്നതിന് വേണ്ടി പൈപ്പിലെ വലിക്കാൻ വേണ്ടി പണം അനുവദിക്കുന്ന പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ കിട്ടുമ്പോൾ അതെ, അദ്ദേഹത്തിന്റെ ചോദ്യം അതല്ല. അത് ഭംഗിനിരേണ അത് അംഗീകരിക്കുന്നുണ്ട്, കാരണം ആ സർക്കാർ ഉണ്ടെന്നാണ്. പക്ഷെ പ്രശ്നം അതല്ല. അവിടെ ജനങ്ങൾക്ക് ഈ ദുരിതകാലത്ത്, പ്രശ്നകാലത്ത് കുടിവെള്ളം എത്തിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നുണ്ടോ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതെ, വാട്ടർ അതോറിറ്റി നല്ല നിലയിൽ കുടിവെള്ള വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണത്. ഏതെങ്കിലും പ്രദേശത്ത് പ്രശ്നം വന്നാൽ കുടിവെള്ളം മാറ്റി വെച്ചിട്ട് ഇത്തരം വ്യവസായ യൂണിറ്റുകൾക്ക് വെള്ളം കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അത് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് സർക്കാരിന് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അവിടെ ഒരു സംരംഭകർ വന്നിരിക്കുന്നു, അവരാണ് അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത്. സർക്കാരിന്റെ ബാധ്യതയല്ല. അതുകൊണ്ട് അവർ അതിന്റെ മാർഗം കണ്ടെത്തട്ടെ. ഓക്കെ, ഏതായാലും കൈരളി ന്യൂസ് ഇന്ന് രാവിലെ പങ്കുവച്ച പ്രധാനപ്പെട്ട കണക്കുകളുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ ഈ ഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഇരുപക്ഷത്തു നിന്നും ഇതേക്കുറിച്ച് സംസാരിച്ചത്. അഡ്വക്കേറ്റ് അനിൽകുമാറും അതുപോലെ തന്നെ ശ്രീ രാജു പി നായരുമാണ് സംസാരിച്ചത്. ഇതിൽ സർക്കാർ ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം, ഭൂഗർഭജല ചൂഷണം എന്നുള്ളത് ഈ പ്രാരംഭ അനുമതിയിലടക്കം നടപ്പുള്ള കാര്യമല്ല. അങ്ങനെ ഒരു പ്രശ്നം ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടില്ല. അത് തന്നെയാണ് പക്ഷേ പ്രതിപക്ഷം ആയുധമാക്കാൻ ശ്രമിക്കുന്ന വിഷയവും. പക്ഷേ അങ്ങനെ ഒന്ന് ഈ പ്രാരംഭ അനുമതിയിൽ പോലുമില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് സർക്കാരും അല്ലെങ്കിൽ ആ പ്രാരംഭ അനുമതിയും ആ കമ്പനിയും മുന്നോട്ട് പോകുന്നത്. അതിനേക്കാളുപരി കൈരളി ന്യൂസ് ഇന്ന് പങ്കുവച്ചത് വർഷാവർഷം ഈ തരത്തിൽ കോടാനുകോടി ലിറ്റർ, അത്ര തന്നെ കോടി രൂപയുമാണ് ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും എത്തനോളും, എണ്ണക്കമ്പനികൾക്ക് എത്തനോളും അതുപോലെ തന്നെ ഡിസ്റ്റിലറികൾക്കായി എണ്ണയും കേരളത്തിലെത്തിക്കാൻ 3000 കോടി രൂപയാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം സംരംഭങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു വരുമാന സ്രോതസ്സായി അത് മാറും. കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കും. പക്ഷേ വേണ്ടത് ശക്തമായ അനുമതികളാണ്, ചട്ടങ്ങളാണ്, വ്യവസ്ഥകളാണ്. അത് പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന മദ്യ നയത്തിന് വിധേയപ്പെട്ടുള്ള, അത് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെട്ട, നിയമസഭ പാസാക്കി അല്ലെങ്കിൽ മന്ത്രിസഭ അംഗീകരിച്ച് ഒരു പൊതു ഡോക്യുമെൻ്റാണ്. അതിനനുസരിച്ചാണ് കമ്പനികൾക്ക് കേരളത്തിലേക്ക് ഇക്കാര്യങ്ങളിൽ വരാൻ കഴിയൂ. അങ്ങനെ സന്നദ്ധരായി വരുന്ന കമ്പനികൾക്ക് ഈ മദ്യനയത്തിന് വിധേയമായി പ്രാരംഭ അനുമതി അങ്ങനെ വന്നൊരു കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട സാഹചര്യമാണുള്ളത്. ഇതിൻ്റെ വിവിധ തലങ്ങളാണ് ഈ കണക്കുകൾ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ നമ്മൾ ഇത്രയും നേരം പരിശോധിച്ചതും വിവിധ അഭിപ്രായങ്ങൾ അതേക്കുറിച്ച് കേട്ടതും.